4 നിയമസഭകളിലേക്ക് ഒരു കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ മേൽ വലിയ ഒരു ബാധ്യത വരുത്തി വെച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ ഇരുട്ടടിയാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ജനങ്ങളെ ഇരുട്ടടി അടിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ കുറെ മാസങ്ങളായി പെട്രോളിനും ഡീസലിനും ഇത്തരത്തിൽ വില വർദ്ധിച്ചിരുന്നില്ല. എന്നാൽ ഒറ്റയടിക്ക് ഇപ്പോൾ 3 രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് പാചകവാതക ഗ്യാസ് ലഭിക്കാത്ത സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. കാരണം ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടി രാജ്യത്തുണ്ട്. കാരണം രാജ്യത്ത് പാചകവാതക ക്ഷാമം അനുഭവിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായി കരിഞ്ചന്ത ഉൾപ്പെടെ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹോട്ടൽ ഉടമകളടക്കം വലിയ പ്രതിഷേധം നടത്തുന്നത്. ഈ ഒരു സമയത്താണ് കൂനിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ പെട്രോളിനും ഡീസലും വില വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം പുറത്തു വന്നിരിക്കുന്നത്. വ്യാപകമായ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. അതോടൊപ്പം തന്നെ വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ, യുവജന സംഘടനകളുടെ നേതൃത്വത്തിലെല്ലാം വലിയ പ്രതിഷേധത്തിന് കളമൊരുങ്ങുകയാണ്. ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഈ വിലവർധന പ്രാബല്യത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാതെ ഒറ്റയടിക്ക് 3 രൂപ വർദ്ധിപ്പിക്കുക എന്നത് രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്നതിന് തുല്യമായ നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാർ, BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ, അതോടൊപ്പം തന്നെ ഈ 4 സംസ്ഥാനങ്ങളിൽ ആസാമിലും പശ്ചിമ ബംഗാളിലും പുതുച്ചേരിയിലും അടക്കം BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്ത ജനങ്ങളോട് തന്നെ പ്രതികാരം തീർത്തു എന്നാണ് പലരും പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ എന്ന ചോദ്യമാണ് വരുന്നത്. ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമായി ഉയർത്തിക്കൊണ്ടുവരുമെന്ന് കോൺഗ്രസ് പറയുകയാണ്. ഏതായാലും ഒരു കുറുക്കന്റെ ബുദ്ധി എന്ന് പറയുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വർദ്ധിപ്പിച്ചാൽ അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന ഉറച്ച വിശ്വാസത്തിന്റെ ഭാഗമായി, അല്ലെങ്കിൽ ആ ഉറച്ച വിശ്വാസത്തെ തുടർന്ന് വോട്ടെണ്ണി പുതിയ മന്ത്രിസഭ അധികാരമേൽക്കാൻ കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും ഈ വില വർധനവ് സാധാരണക്കാരന്റെ മുഖത്തടിച്ച നടപടിയാണെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ലേ? തീർച്ചയായും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് BJP എടുത്ത നിലപാടൊന്നും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ BJPയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു വില വർദ്ധിപ്പിച്ചിരുന്നത് എങ്കിൽ അത് ആ സർക്കാരിന് തിരിച്ചടിയാകുമെന്ന് ഉറച്ച വിശ്വാസം അല്ലെങ്കിൽ ഉറച്ച ബോധ്യം BJPക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് അത്തരം വിലവർദ്ധനവുകളൊന്നും നടത്താതിരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുന്നതിന് മുൻപ് തന്നെ പാചകവാതക സിലിണ്ടറിന്റെ വിലവർദ്ധനവിനെ പറ്റിയുള്ളൊക്കെ സംസാരം വന്നു. വില വർദ്ധിക്കാൻ പോകുന്ന കാര്യങ്ങൾ വന്നു. വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പറയുന്നുണ്ടായിരുന്നു പെട്രോളിനും ഡീസലിനും ഉൾപ്പെടെ വില വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് പെട്ടെന്നല്ലല്ലോ ഇതിന്റെ വില വർദ്ധിക്കണം, അല്ലെങ്കിൽ ഇലക്ഷൻ കഴിയുമ്പോഴായിരുന്നില്ലല്ലോ വിലവർദ്ധനവിനെ പറ്റിയുള്ള ചിന്ത ഉണ്ടായത്, നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കാൻ പാടില്ല, അല്ലെങ്കിൽ വോട്ടർമാരെ അത് സ്വാധീനിക്കാൻ പാടില്ല. വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്ന, പോസിറ്റീവായി BJPക്ക് അനുകൂലമായി സ്വാധീനിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പിന് മുൻപ് ചെയ്യുകയും തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ, തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നു കഴിഞ്ഞാൽ BJPക്ക് അനുകൂലം എന്ന ചിന്തയ്ക്ക് സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് വിലവർദ്ധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ BJP സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പറയുന്നത് BJP അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത്, ഏറ്റവും മികച്ച സർക്കാരാണ് BJP സർക്കാർ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ അത്രത്തോളം ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ സർക്കാർ ചെയ്തിട്ടുണ്ട് എങ്കിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് എന്തുകൊണ്ട് ഇത്തരത്തിൽ വിലവർദ്ധനവ് നടത്തിയില്ല എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, പൂർണ്ണ വിശ്വാസമുണ്ട്. ഞങ്ങൾ അത്രയും മികച്ച പ്രവൃത്തി അല്ലെങ്കിൽ അത്രയും മികച്ച ക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന ഉറച്ച ബോധ്യം BJP സർക്കാരിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അന്ന് ഇവർ ഈ വിലവർദ്ധനവ് നടത്തിയില്ല എന്നൊരു ചോദ്യമുണ്ട്. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പാർട്ടിയാണ് BJP എന്ന് നമ്മൾ ഇത് ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. നമ്മൾ മാത്രമല്ല, രാഷ്ട്രീയ കേരളം ഒന്നടങ്കം പറയുന്നുണ്ട് BJP അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പൊ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പാർട്ടിയായി BJP മാറിയിട്ടുണ്ട്. ബംഗാൾ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് വനിതാ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് പോലും BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് ബുദ്ധി മാത്രമാണ്. ഏത് കാര്യത്തെയും അധികാരത്തിന്റെ അപ്പകഷ്ണത്തിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അധികാരത്തിന്റെ അപ്പകഷ്ണം നുണയാൻ വേണ്ടി നടക്കുന്ന ഒരു പാർട്ടിയായി BJP മാറിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വില വർദ്ധിപ്പിച്ചാൽ അത് BJP എന്ന പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന ഉറച്ച ബോധ്യത്തോടു കൂടി തന്നെയാണ് അന്ന് വില വർദ്ധിപ്പിക്കാതിരുന്നതും ഇന്ന് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും പെട്രോളിയം വില വർധനയിൽ തീരുമാനമെടുക്കും, ഒറ്റയ്ക്കൊരാൾക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ എന്നാണ്
നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. അതായത് നികുതിയിൽ ഒക്കെ ഇളവ് നൽകി വില വർധനവിന് ഒരു താൽക്കാലിക അല്ലെങ്കിൽ ഒരു ചെറിയ ആശ്വാസം നൽകാൻ സംസ്ഥാനത്തിന് കഴിയും, സംസ്ഥാനത്തിന്റെ നികുതി വേണ്ടെന്ന് വെക്കാനോ കഴിയും. അത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ട വസ്തുതയാണ്. പക്ഷെ നിലവിലെ പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധം രാജ്യവ്യാപകമായി ഉയർന്നു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. രാജ്യത്തെ ജനങ്ങൾ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു വിലവർധനവുമായി കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ മുഖത്ത് അടിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ വലിയ പ്രതിഷേധം രാജ്യത്ത് വ്യാപകമായി അലയടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ 50 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് 110 രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ BJP 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവർ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. തങ്ങൾ അധികാരത്തിൽ വന്നാൽ 50 രൂപയ്ക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പെട്രോൾ നൽകും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ നാട്ടിൽ ഇന്ധന വില വർധനം ഉണ്ടാവില്ല. എന്നാൽ ആഗോള വിപണിയിൽ ബാരലിന് $100 മുകളിൽ പോയിരുന്ന സാഹചര്യത്തിൽ അടക്കം ഇവിടെ വില കുറച്ച് പെട്രോൾ നൽകാൻ മൻമോഹൻ സിംഗിനും അന്നത്തെ പെട്രോളിയം വകുപ്പ് മന്ത്രി കൈകാര്യം ചെയ്തിരുന്ന മണിശങ്കർ അയ്യരിനും കഴിഞ്ഞിരുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. എന്നാൽ നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്ന ഇപ്പോൾ ആഗോള വിപണിയിൽ എണ്ണയുടെ വില കുത്തനെ കുറഞ്ഞിട്ടും അതിന് ആനുപാതികമായ വിലക്കുറവ് രാജ്യത്തെ ജനങ്ങൾക്ക് നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, അടിക്കടി വില വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ മുഖത്തടിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കഴിഞ്ഞ ആഴ്ചയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വില ഇതിനു മുമ്പ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പെട്രോളിനും ഡീസലിനും കൂടി വില വർദ്ധിപ്പിച്ചപ്പോൾ സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് താളം തെറ്റുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. യുദ്ധത്തിന്റെ കെടുതി രാജ്യത്തെ ജനങ്ങളടക്കം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് സംസ്ഥാനത്ത് ഹോട്ടലുകൾ അടച്ചിട്ടുകൊണ്ട് വലിയ സമരം നടത്തിയത്. അതിന്റെ കാരണം പാചകവാതകം സംസ്ഥാനത്ത് ഹോട്ടലുകൾക്ക് ലഭിക്കുന്നില്ല. നിലവിൽ കരിഞ്ചന്തയിൽ പാചകവാതകം വാങ്ങേണ്ട ഒരു സാഹചര്യമാണ്. നമുക്ക് കേരളത്തിലെ ഹോട്ടലുകളിൽ 10 രൂപയും 12 രൂപയും ഉണ്ടായ ചായയ്ക്ക് 3 രൂപയും 5 രൂപയും വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഊണിന് ഒറ്റയടിക്ക് 30 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു. കാരണം അവർക്ക് പാചകവാതകം കൃത്യമായി ലഭിക്കാത്തതിനാൽ കരിഞ്ചന്തയിലടക്കം വാങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഹോട്ടൽ വ്യവസായം താങ്ങി നിർത്താൻ വില വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നാണ് ഹോട്ടൽ ഉടമകളും അവരുടെ സംഘടനാ നേതാക്കന്മാർ അടക്കമുള്ളവർ പറയുന്നത്. അതേ ഒരു പശ്ചാത്തലത്തിലാണ് തൊട്ടിപ്പുറത്ത് ഇരുചക്ര വാഹനം അടക്കം ഉപയോഗിക്കുന്ന സാധാരണക്കാരന് ഇരുട്ടടി നൽകിക്കൊണ്ട് ഒരു പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുന്നത്. സ്വാഭാവികമായും പെട്രോൾ ഡീസൽ വില വർധനവിനൊപ്പം ഇനി സ്വകാര്യ ബസ് ഉടമകൾ ചാർജ് വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ട് സമരം പ്രഖ്യാപിക്കും. ഇത്തരത്തിൽ ഒരു ഇന്ധന വില വർധന ഉണ്ടായാൽ രാജ്യത്തിന്റെ എല്ലാ മേഖലയെയും അത് ബാധിക്കും. ചരക്ക് ഗതാഗതത്തെ ബാധിക്കും. അതായത് ചരക്ക് ഗതാഗതത്തെ വ്യാപിപ്പിക്കുമ്പോൾ പൊതുവിപണിയിൽ അവശ്യ വസ്തുക്കളുടെ വില വർധനവിന് കാരണമാകും. ഇത്തരത്തിൽ സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് താളം തെറ്റുന്ന ഒരു തരത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ മുന്നോട്ടുള്ള പോക്ക്. ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ടത് രാജ്യത്ത് ആവശ്യമല്ലേ? തീർച്ചയായും പ്രതിഷേധങ്ങൾ ഉണ്ടാകണം. കാര്യം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് വർദ്ധിപ്പിക്കാതിരിക്കുകയും തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ കഴിയുമ്പോൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് സാധാരണക്കാരായ ജനങ്ങളെ പറ്റിക്കുന്നതാണ്. ഇനി ഒരുപക്ഷെ പ്രതിഷേധിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രതിപക്ഷം അടക്കമുള്ള മുന്നണികളും പാർട്ടികളും പ്രതിഷേധിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ BJP ഒരു ഏകാധിപത്യ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രതിഷേധിക്കാതെ കൂടി ഇരിക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള സമയത്തൊക്കെ ഇത്തരം വിലവർദ്ധനവുകൾ ഉണ്ടാകും. അല്ലെങ്കിൽ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള നിലപാട് വീണ്ടും അല്ലെങ്കിൽ ആവർത്തിച്ചെടുക്കും. അപ്പൊ പ്രതിഷേധങ്ങൾ ഉണ്ടാവുക തന്നെ വേണം. എങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു മാറ്റം ഈ രാജ്യത്ത് കൊണ്ടുവരാൻ കഴിയൂ.